വൃഷകേതു. കർണന്റെ ഏറ്റവും ഇളയ പുത്രനാണ് വൃഷകേതു. ജനനം, അതായത് മഹാരാജാവായ കർണന് 9 പുത്രന്മാരുണ്ടായിരുന്നു. അവരിൽ ഏറ്റവും ഇളയവനായിരുന്നു വൃഷകേതു. വൃഷകേതുവിന്റെ മാതാവ് വൃഷാലി എന്ന സൂത സ്ത്രീയാണ്. ഭാരത യുദ്ധാനന്തരം വൃഷകേതു മാത്രം അവശേഷിച്ചു. വൃഷകേതു പ്രായത്തിൽ വളരെ ചെറുപ്പമായിരുന്നതിനാൽ യുദ്ധത്തിൽ പങ്കെടുത്തിരുന്നില്ല. അങ്ങനെ മഹാഭാരത യുദ്ധത്തിൽ നിന്നും രക്ഷപ്പെട്ട കർണന്റെ ഏകപുത്രൻ. വൃഷകേതുവും പാണ്ഡവരും തമ്മിലുള്ള ബന്ധം എങ്ങനെയാണെന്ന് നോക്കാം നമുക്ക്. ഭാരത യുദ്ധത്തിന് ശേഷം കർണന്റെ നിജസ്ഥിതി അറിഞ്ഞ് പാണ്ഡവർക്ക് വളരെയേറെ വിഷമവും കുറ്റബോധവും ഉണ്ടായി. അപ്പോഴാണ് കർണന്റെ അന്തിമപുത്രൻ വൃഷകേതു ജീവിച്ചിരിപ്പുണ്ടെന്നും അടുത്ത കിരീടാവകാശിയായി അദ്ദേഹം മാത്രമേ ഉള്ളൂവെന്നും പാണ്ഡവർ മനസ്സിലാക്കുന്നത്. അതോടെ പിന്നീടുള്ള അവരുടെ ശ്രമം വൃഷകേതുവിനെ കണ്ടെത്തുകയെന്നായി. കൃഷ്ണന്റെ നേതൃത്വത്തിൽ അർജുനനും സംഘവും വൃഷകേതുവിനെ തേടി ചമ്പാപുരിയിലെത്തി. വൃഷകേതുവിനെ അസ്ത്രവിദ്യ പഠിപ്പിക്കാനായി അർജുനനും കൃഷ്ണനും കൊട്ടാരത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അർജുനന്റെ മുഖം കാണുമ്പോൾ അവന് തന്റെ പിതാവിന്റെ മുഖം ഓർമ്മയിൽ വരും. അതോടെ അർജുനനോട് വിരോധം ജനിക്കും. എന്നാലും ആയുധാഭ്യാസ സമയത്ത് അവൻ അർജുനനോട് ഗുരുത്വത്തോടെ പെരുമാറിയിരുന്നു. കൃഷ്ണൻ വൃഷകേതുവിന്റെ കാര്യത്തിൽ വളരെയധികം ശ്രദ്ധ പുലർത്തിയിരുന്നു. അർജുനനുമായിട്ട് ഇണങ്ങിച്ചേരാൻ അവന് കൂടുതൽ സമയമെടുത്തു. ഒടുവിൽ അർജുനനെ അംഗീകരിക്കാനും ഗുരുവായി സ്വീകരിക്കാനും അവൻ തയ്യാറായി. അർജുനന്റെ കീഴിൽ സർവ്വവിധ അസ്ത്രങ്ങളും അവൻ അഭ്യസിച്ചു. വൃഷകേതുവും പാണ്ഡവരുടെ അശ്വമേധവും, അതായത് പാണ്ഡവർ അശ്വമേധം ആരംഭിച്ചപ്പോൾ അശ്വത്തെ അനുഗമിക്കാൻ അർജുനനോടൊപ്പം വൃഷകേതുവും ഉണ്ടായിരുന്നു. അർജുനന് പോലും കീഴടങ്ങാതിരുന്ന ധീരയോദ്ധാക്കളെ വൃഷകേതു പരാജയപ്പെടുത്തി യുധിഷ്ഠിരന് കീഴിലാക്കി. അതോടെ അർജുനനേക്കാൾ ഭയങ്കരൻ വൃഷകേതുവാണെന്ന് ജനങ്ങൾക്കിടയിൽ സംസാരമുണ്ടായി. വീണ്ടും ദിഗ്വിജയം തുടർന്നു. യാത്രാമധ്യേ അവർ അവസാനം മണിപ്പൂരിലെത്തി. അവിടെ അർജുനന്റെ പുത്രനായ ബഭ്രുവാഹനനാണ് രാജാവ്. അർജുനൻ ബഭ്രുവാഹനനുമായി ഏറ്റുമുട്ടുന്നു. ആ യുദ്ധത്തിൽ ബഭ്രുവാഹനൻ അർജുനെയും വൃഷകേതുവിനെയും വധിക്കുന്നു. ശേഷം ബഭ്രുവാഹനൻ ഉലൂബിയുടെ, അതായത് അർജുനന്റെ ഒരു ഭാര്യയാണല്ലോ ഉലൂബി, നിർദ്ദേശമനുസരിച്ച് പാതാളത്തിൽ പോവുകയും നാഗങ്ങളുടെ പക്കലുള്ള മൃതസഞ്ജീവനി മണി കൊണ്ടുവന്ന് അതുകൊണ്ട് അർജുനനെയും വൃഷകേതുവിനെയും ജീവിപ്പിക്കുകയും ചെയ്തു. അങ്ങനെ യുധിഷ്ഠിരന്റെ അശ്വമേധ ശേഷം വൃഷകേതു തന്റെ പിതാവിന്റെ രാജ്യത്തേക്ക് തിരിച്ചു പോവുകയും മാലിനിയുടെയും ചമ്പാപുരിയുടെയും അംഗരാജ്യത്തിന്റെയും രാജാവായി തീരുകയും ചെയ്തു. പ്രഭദ്ര എന്നായിരുന്നു അദ്ദേഹത്തിന്റെ ഭാര്യയുടെ പേര്. ഭഗവാൻ കൃഷ്ണന്റെ വലിയൊരു ഭക്തനും സുഭദ്രയുടെ കണ്ണിലുണ്ണിയുമായിരുന്നു വൃഷകേതു. ഭീമന്റെ തന്ത്രപരമായ ചില ചോദ്യങ്ങൾക്ക് വൃഷകേതു ഉത്തരം നൽകുകയും ആ മറുപടി കേട്ട് ഭീമസേനൻ വൃഷകേതുവിനെ സന്തോഷത്തോടെ ആലിംഗനം ചെയ്യുകയും ചെയ്തു. പാണ്ഡവർ പരീക്ഷിത്തിനെ പോലെയാണ് വൃഷകേതുവിനെ കണ്ടിരുന്നത്. പിതാവിനെ അർജുനൻ വധിച്ചതിൽ വൃഷകേതുവിന് യാതൊരു പരിഭവവും ഉണ്ടായിരുന്നില്ല. കർണന് കൃഷ്ണാർജുനന്മാരുടെ പ്രസാദത്താൽ മുക്തി ലഭിച്ചതായി വൃഷകേതുവിന് അറിയാമായിരുന്നു. ഇതിനൊക്കെ പുറമെ കുരുക്കളുടെ അനുബന്ധ വംശമായ രജപുത്ര ക്ഷത്രിയരുടെ വംശം നിലനിർത്തുവാൻ വൃഷകേതുവാണ് ബാക്കിയുണ്ടായത്. വൃഷകേതു പിതാവായ കർണന്റെ രാജ്യമായ അംഗം, മാലിനീപുരം, ചമ്പാപുരി എന്നിവ ഭരിക്കുകയും അദ്ദേഹത്തിന് ധർമ്മരാജരുദ്രൻ എന്ന പുത്രൻ ഉണ്ടാവുകയും ചെയ്തു. ആനകളോട് മൽപ്പിടുത്തം നടത്തുവാൻ ശക്തനായ ഇദ്ദേഹത്തെ ജനങ്ങൾ ദിലു എന്ന് വിളിച്ചു. ദിലുവിന്റെ വംശക്കാരായ ദില്ലന്മാർ എന്ന ക്ഷത്രിയർ കലിയുഗത്തിന്റെ ആരംഭത്തിൽ വർണ്ണസങ്കരം എന്ന് ദുഷിച്ചു പോയതായി ഭവിഷ്യപുരാണത്തിലും
ജാട്ടുക്കളുടെ ചരിത്രത്തിലും കാണാനുണ്ട്. ആ ദുഷിച്ച വംശത്തെ ജാട്ടന്മാർ എന്ന് വിളിക്കുന്നു അത്രേ. എന്നിരുന്നാലും വർണ്ണസങ്കരം ബാധിക്കാത്ത ശേഷിച്ച ദില്ലന്മാർ ഇന്നും ഹൈന്ദവ ക്ഷത്രിയരായി തന്നെ നിലനിൽക്കുന്നു. ജാട്ടന്മാർ എന്ന വിഭാഗത്തോട് കലർന്നുപോയ ദില്ലന്മാരുടെ അന്തരവിഭാഗം ഹൂണദേശത്ത് പോയി ഹൂണന്മാരായും, കുറെ പേർ യൂറോപ്പിലും, കുറെ പേർ ബ്രിട്ടനിലും, കുറെ പേർ ചൈനയിലുമായി ചിതറിക്കിടക്കുന്നു. എന്നിരുന്നാലും സൂര്യനാരായണൻ കുലദേവതയായ തനി ദില്ലന്മാർ ഇന്നും ഭാരതത്തിലെ ഒരു പ്രബല വംശമായിട്ട് ഉണ്ട്.